ഞാൻ നവീൻ, ഇതെൻ്റെ വൈഫ് ഷെറിൻ. ഇത് ഞങ്ങളുടെ ഡ്രീം ഹൗസ് ലവ് ഷോർ. ഇതിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ദിസ് വാസ് വൺ ഓഫ് അവർ ഡ്രീം കം ട്രൂ എന്ന് വേണം പറയാൻ. വിച്ച് വി ആർ വെരി താങ്ക്ഫുൾ ടു ഡിവൈൻ ക്രിയേറ്റേഴ്സ്. ഞങ്ങളുടെ ഇൻറ്റീരിയേഴ്സ് ടീമാണ്. ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സിൻ്റെ പ്ലാനിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലൈക്ക് അറൗണ്ട് 3 yearsൻ്റെ റിസർച്ചാണ് ഇതിലുള്ളത്. ആൻഡ് ഇതിൻ്റെ നുക്സ് ആൻഡ് കോർണേഴ്സ് നമുക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു. വിച്ച് റിയലി താങ്ക്ഫുൾ ടു ഡിവൈൻ ക്രിയേറ്റേഴ്സ്. നമ്മളുടെ ഡ്രീം എന്തായിരുന്നോ അതിപ്പോൾ ഏത് ആംഗിളിൽ നോക്കിയെന്ന് പറഞ്ഞാലും ഇറ്റ്സ് ഹിയർ നൗ. വെരി താങ്ക്ഫുൾ ഫോർ ദാറ്റ്. എസ്പെഷ്യലി ഞങ്ങൾ രണ്ടുപേരും എബ്രോഡാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഫസ്റ്റ് പറഞ്ഞു ഞങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കാനൊന്നും പറ്റില്ല. പക്ഷേ അവർ ടൈംലി എല്ലാ കാര്യങ്ങളും കമ്മ്യൂണിക്കേഷൻ ഭയങ്കര ക്രിസ്റ്റൽ ക്ലിയർ ആയിരുന്നു. നമ്മൾ ഡീൽ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ പ്രോജക്റ്റ് ഓൺ ആയപ്പോഴേ വാട്സാപ്പ് ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു. എവറിത്തിങ് ദേ യൂസ് ടു കമ്മ്യൂണിക്കേറ്റ്. ആൻഡ് നമ്മൾ ആഫ്റ്റർ വർക്ക് ആയിരിക്കും മോസ്റ്റ്ലി. അപ്പോൾ ഇവിടെ നിന്നും UAE ആയിട്ട് ഞങ്ങൾ UAE-ലാണ്. അപ്പോൾ ടൈം ഫ്രെയിം അത്യാവശ്യം കുറച്ച് ഡിഫറൻസ് ഉണ്ട്. ഇവിടെ വർക്ക് കഴിഞ്ഞിട്ടായിരിക്കും ഞങ്ങൾക്ക് അവിടെ ഞങ്ങളുടെ ഒരു ഓഫ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുക. അപ്പം നമ്മുടെ വീട്ടിലൊരു വന്ന് എത്തുക. അപ്പം ലേറ്റ് നൈറ്റ് ആണെങ്കിലും ദേ ആർ റെസ്പോണ്ടിങ് ടു അസ്. ആൻഡ് മോസ്റ്റ്ലി ഞാൻ മോർണിംഗ് ഓഫീസിൽ പോണ വഴിക്ക് ഐ യൂസ് ടു ഗിവ് എ കോൾ ടു ദം. ഡെയിലി ഉള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും. നമ്മുടെ കോൺസെപ്റ്റ് എന്തായിരുന്നോ ആദ്യമേ ഞങ്ങളൊരു കളർ തീം ഉണ്ടായിരുന്നു, വൈറ്റ് ബീച്ച് ഗോൾഡ് കോമ്പിനേഷൻ. ആ ഒരു കളർ തീമിൽ തന്നെയാണ് ത്രൂ ഔട്ട് ഈ ഒരു വീട്ടിൽ ഏത് നോക്കുകയാണെങ്കിലും അങ്ങനെ തന്നെയാണ് അത് നമുക്ക് ഔട്ട്പുട്ട് വന്നതും. ലൈക്ക് 3D പ്ലാനിൽ എന്താണോ നമ്മൾക്ക് വിഷ്വലൈസ് നമ്മളെടുത്ത് പറഞ്ഞത് നമ്മൾ ചെയ്തത് അത് തന്നെയാണ് നമ്മളിവിടെ കാണുന്നതും. അതാ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇന്ത്യയിൽ ഞങ്ങളുടെ ഫസ്റ്റാണ് ഞങ്ങൾ ചെയ്യണത്. ഞങ്ങൾക്ക് ഇതിന് മുന്നേ ഉള്ള 2 വീടും നമ്മൾ ഇന്ത്യയിൽ ചെയ്തിട്ടില്ല. അപ്പോൾ ദിസ് ഇസ് ദ ഫസ്റ്റ് പ്രോജക്റ്റ്. ഞങ്ങളായിട്ട് ഡിസൈൻ ചെയ്യുന്ന ഒരു ഞങ്ങളുടെ കോൺസെപ്റ്റ് എന്താണോ അത് ശരിക്കും അവർ ഞങ്ങൾക്ക് തന്നു. വി ആർ വെരി താങ്ക്ഫുൾ ആൻഡ് റിയലി ബ്ലെസ്ഡ്. ഈ അപ്പാർട്ട്മെൻറ്റ് കണ്ട എല്ലാവരും നമുക്ക് വളരെ നല്ല അപ്രീഷിയേഷനാണ് തന്നിരിക്കുന്നത്. ആൻഡ് ഡയറക്റ്റ്ലി ഞങ്ങൾ അത് അവരുടെ അടുത്ത് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. വി വെരി താങ്ക്ഫുൾ. സോ റിയലി താങ്ക്ഫുൾ ടു ദം. ഇത് സ്റ്റാർട്ടിങ് ഫ്രം ദ ഡിസൈൻ സ്റ്റേജ് ആണെന്ന് പറഞ്ഞാലും 3D ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇറ്റ് വാസ് എന്താ പറയുക, ഇറ്റ് വാസ് റിയലി മാജിക്കൽ ഫ്രം ദം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ദ വേ ദേ അണ്ടർസ്റ്റുഡ് വാട്ട് അവർ കോൺസെപ്റ്റ് വാസ്, അവർ എക്സ്പെക്റ്റേഷൻ വാസ്. അത് ഔട്ട്പുട്ട് വന്നപ്പോൾ ഇറ്റ് വാസ് എക്സീഡിങ് ദ എക്സ്പെക്ടേഷൻ എന്നാണ് എനിക്ക് പറയാം. എക്സീഡിങ് ദ എക്സ്പെക്ടേഷൻ. അവർക്ക് കുറേ ചലഞ്ചിങ് ഞങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. മൈന്യൂട്ട് തിങ്സും നമ്മളിങ്ങനെ പിൻ പോയിന്റ് ചെയ്യുമ്പോഴും നമ്മൾ അവിടുത്തെ പറയണം, ഞങ്ങളുടെ എക്സ്പെക്ടേഷൻ നിങ്ങൾ അത്രയും എക്സീഡ് ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും ചലഞ്ചിങ് ഞങ്ങൾ തരുന്നത്. ബട്ട് ശരിക്കും ഞങ്ങൾ ഫൈനൽ ഔട്ട്പുട്ടിൽ റിയലി ഹാപ്പിയാണ്. ഒട്ടോവർ നമ്മൾ ഈച്ച് ആൻഡ് എവറി കോർണർ എന്താണ് ഞങ്ങൾ വിഷ്വലൈസ് ചെയ്തത്. ഈ ഒരു അപ്പാർട്ട്മെൻറ്റിൽ ഒരു പോയിന്റ് പോലും എനിക്ക് നോട്ട് ഹാപ്പി എന്ന് പറയാനില്ല. നമ്മൾ ഈ ഒരു ഫ്ലാറ്റിൻ്റെ ഷോപ്പിംഗ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പം ഈവൻ യൂട്ടിലിറ്റീസ് ആയാലും ലൈറ്റ്സ് ആണെങ്കിലും ഈവൻ ദ കാർപ്പറ്റ്സ് എല്ലാം നമ്മൾ ഇന്ത്യയും UAE ആയിട്ടൊരു മിക്സ് കോമ്പിനേഷനാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഞാൻ ഓരോ ഷോപ്പിൽ പോകുമ്പോഴും ഐ യൂസ് ടു ലൈക്ക് കോൾ ദം ഓർ സെൻഡ് ദം മെസ്സേജസ് ആൻഡ് ഈവൻ ഐ ടെൽ ദം like be online, I'll be sending couple of images, just suggest me or give me an advice to which one to buy. അത് ശരിക്കും അവർ ആ പേഷ്യൻസ് സംടൈംസ് ഇറ്റ്സ് സൺഡേ അല്ലെങ്കിൽ സാറ്റർഡേ അവർക്ക് വീക്കെൻഡാണ്, ബട്ട് സ്റ്റിൽ അവർ അതൊരു ലൈക്ക് ഫാമിലി ടൈം ആയിരിക്കും, ബട്ട് സ്റ്റിൽ ദേ വർ കോപ്പറേറ്റിംഗ് സോ വെൽ. മേ ബി ഞാൻ ഏർലി ഒരു ലൈക്ക് അപ്പോയിൻമെൻറ്റ് എടുക്കാതെ ആയിരിക്കും ഞാൻ ഓഫീസർ പ്ലാൻ ചെയ്യുന്ന ഷോപ്പിംഗ് ആണെങ്കിൽ കൂടി ഈവൻ ദ ലൈറ്റ്സ് ആൻഡ് ഓൾ എവറി ലൈറ്റ്സ് ഐ യൂസ് ടു ഷെയർ വിത്ത് ദം. Then as per their advice then we like shortlist our purchase like അങ്ങനെ നമ്മൾ മേടിച്ചത്. അപ്പോൾ അതൊക്കെ എനിക്ക് തോന്നുന്നില്ല എല്ലാം ഇൻറ്റീരിയേഴ്സും അങ്ങനെയൊക്കെ അത്രയും ഒരു പേഷ്യൻസ് ലെവൽ അവർക്ക് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. 3D ഡിസൈൻ ആണെങ്കിലും ടെക്നിക്കൽ വേർഡ്സ് നമുക്കറിയില്ല എന്താ, പക്ഷേ അത് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടായിരുന്നു. അപ്പോൾ നമുക്ക് അണ്ടർസ്റ്റാൻഡിങ് ആയിരുന്നു, ഒരു അഷ്യൂരിറ്റി ആയിരുന്നു. ഞങ്ങൾക്ക് ഇപ്പം ഒരു റിലേറ്റീവ് ഫ്രണ്ട്സിനൊന്നും നമുക്ക് ഇവിടെ ഒന്ന് നിങ്ങളുടെ വർക്ക് എങ്ങനെ ഉണ്ടെന്ന് നോക്കി അങ്ങനെ വിടേണ്ട ഒരു റിക്വയർമെൻറ്റ് ടു ബി ഫ്രാങ്ക് വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് അത്രയും ഒരു ലൈക്ക് ഭയങ്കര അവർ നമുക്ക് ട്രസ്റ്റ് വർത്ത് ആയിരുന്നു ഈ ഒരു കമ്പനി ത്രൂ ഔട്ട്. അത് ശരിക്കും അതെല്ലാവരും അങ്ങനെ ചെയ്യും തോന്നുന്നില്ല. പിന്നെ പേഴ്സണലി ഞാനൊരു ഷോപ്പിംഗ് മാനിയൊക്കെയാണ്. ഞാൻ ഒരുപാട് സാധനങ്ങൾ ഷോപ്പിംഗ് ചെയ്തൊക്കെ ലിറ്ററലി അവരത് ഈവൻ ആ ഡെലിവറി മേടിക്കുകയും അത് ലൈക്ക് ഫ്രജൈൽ ഐറ്റംസ് അതിൻ്റെതായ രീതിയിൽ ഒരു നോട്ട് ഈവൻ എ സിംഗിൾ ഐറ്റം എനിക്ക് ഡാമേജ് ആയിട്ടില്ല. അതൊക്കെ ഭയങ്കര സർപ്രൈസിങ് ആണ്. ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തു എന്തെങ്കിലുമൊക്കെ ഡാമേജ് ആകുമെന്ന്, പക്ഷേ
പക്ഷെ ഒന്നും ആയിട്ടില്ല. അതൊക്കെ ശരിക്കും ഞങ്ങൾ ബ്ലെസ്ഡ് ആണ്, വെരി മച്ച് സാറ്റിസ്ഫൈഡ് ആണ് ഇങ്ങനൊരു അപ്പാർട്ട്മെൻറ്റ്. ഇത് ഞങ്ങളുടെ ഒരു മെയിനായിട്ട് ഞങ്ങൾക്ക് അപ്പാർട്ട്മെൻറ്റ് ഞങ്ങൾ ചൂസ് ചെയ്തത് ലൈക്ക് ആക്സസിബിലിറ്റിയും വന്നു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് കളിക്കാനും റിക്രിയേഷനും ഒരു സേഫ്റ്റി ഇതൊക്കെ വെച്ചിട്ടാണ് അപ്പാർട്ട്മെൻറ്റ് ഞങ്ങൾ ഇത്രയും ഫോക്കസ് ചെയ്തത്. പക്ഷേ അതിൽ ഞങ്ങൾ വെരി മച്ച് സാറ്റിസ്ഫൈഡ് ആണ്. ആൻഡ് ടു ബി ഫ്രാങ്ക്, ദിസ് ഇസ് ദ ഫസ്റ്റ് വെക്കേഷൻ where we don't want to go back to UAE. Every time when we travel to India, like after a week or 10 days, we feel like we want to go back. We even thought of some vacation. We even thought of preponing our like air ticket. But this is the first vacation where we don't want to do that.